ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനാസ് വേൾഡിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വല്ലം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വല്ലത്തിന് വളരെയധികം ഉപയോഗങ്ങളുണ്ട് കേട്ടോ. പശുക്കളുള്ളവർക്ക് പോച്ച പറിക്കാനും അതുപോലെ തന്നെ ഈ ധാന്യങ്ങളൊക്കെ നടുമ്പോൾ ഇതുപോലെ കരിയിലകളൊക്കെ നിറച്ചിട്ട് കുഴികളിൽ കൊണ്ടിടാനും ഒക്കെ ഉപയോഗപ്പെടുന്ന ഒരു വല്ലമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ വല്ലം ഉടയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഓലയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പകുതി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ഇതിൽ നിന്നും നീളം കുറയ്ക്കാവുന്നതാണ്. ഞാൻ ഒരു ഓലയുടെ തുമ്പും മൂടിൻ്റെ ഭാഗവും കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ മടൽ ഒന്ന് ചീകി ഒതുക്കുകയാണ് കേട്ടോ. ഒരു ചീവി ഒതുക്കിയിട്ട് ഇതിൻ്റെ കട്ടി ഒന്ന് കുറയ്ക്കണം. മൂട് ഭാഗം നല്ല കട്ടിയാണുമല്ലോ. അപ്പോൾ മണ്ടഭാഗത്തോട്ട് നിങ്ങൾ ചീകി എടുക്കണ്ട. ഇതുപോലെ സൈഡൊക്കെ ഈ മടൽ ഇതുപോലെ ചെറുതായിട്ട് ഓല ഒന്ന് വിരിഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ചെത്തിയെടുക്കണം കേട്ടോ. വീഡിയോയിൽ നന്നായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലും പതുക്കെ ചെറുതായിട്ട് ആ മടലൊന്ന് ഇതുപോലെ ഒന്ന് ചെത്തിക്കളയേ. അപ്പോൾ അതിൻ്റെ വണ്ണമൊക്കെ ഓലത്തണ്ടിൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞിട്ട് നന്നായിട്ട് ഈ വല്ലം ഒന്ന് വളച്ചെടുക്കുമ്പോൾ വഴങ്ങി വരാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ആ മൂട് ഭാഗമൊക്കെ നന്നായിട്ട് ഞാൻ ചെത്തിയിട്ട് ആ വണ്ണമൊക്കെ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വല്ലത്തിനുള്ള ഓല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മെടഞ്ഞെടുക്കാം. അപ്പോൾ മെടഞ്ഞെടുക്കുന്ന രീതി ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓല ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മൂട് ഭാഗം തൊട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഒന്ന് അതിൻ്റെ എൻഡിലൊന്ന് ഒരു കാര്യം കൊണ്ട് ഒന്ന് ചവിട്ടി പിടിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആദ്യത്തെ രണ്ട് ഓല ഒറ്റ ഓലയായിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ ചേർത്തെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഓല ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ നെടുപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇല്ലെങ്കിൽ വഴങ്ങി വരത്തുള്ളൂ ഓല. എന്നിട്ട് മൂന്നാമത്തെ ഓല പിടിച്ചിട്ട് ഞാൻ രണ്ട് ഓല എടുത്തില്ലേ അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആ രണ്ട് ഓല ഒറ്റ ഓലയായിട്ട് എടുത്തില്ലേ അത് നമ്മൾ ചവിട്ടി പിടിച്ചിട്ട് മറ്റത് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഉയർത്തിയിട്ട് രണ്ടാമത്തെ ഓല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒടിച്ചു കൊടുത്തു. മൂന്നാമത്തെ ഓല ഇതുപോലെ ഒന്ന് ഇതിലേക്ക് തിരികെ കയറ്റി കേട്ടോ. നോക്കിയേ. ഇനി ഈ മൂന്ന് ഓലയിലാണ് നമ്മുടെ മുടച്ചിലിരിക്കുന്നത്. അപ്പോൾ നടുക്കുള്ള ഓല ഞാൻ താത്തി പിടിച്ചു, ചവിട്ടി പിടിച്ചു. എന്നിട്ട് രണ്ടറ്റത്തുമുള്ള രണ്ട് ഓല, അങ്ങേറ്റവും ഇങ്ങേറ്റവും ഉള്ള രണ്ട് ഓല ഇതുപോലെ കയ്യിൽ നിവർത്തി പിടിച്ചതിന് ശേഷം അടുത്ത ഓല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒടിച്ചു കൊടുത്തു. എന്നിട്ട് മൂന്നാമത്തെ ഓല ഇതുപോലെ ഒന്ന് നെടുപ്പൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ വീണ്ടും മൂന്ന് ഓല കിട്ടിയില്ലേ. അപ്പോൾ ആ നടുക്കത്തെ ഓല ഒന്ന് ചവിട്ടി പിടിക്കുക. രണ്ടറ്റത്തെ ഓല വീണ്ടും നിവർത്തി പിടിക്കുക. അതിനുശേഷം ആദ്യത്തെ ഓല വിട്ടിട്ട് രണ്ടാമത്തെ ഓല ഇതുപോലെ ഒന്ന് അതിൻ്റെ ഇടയിലോട്ട് തിരികെ കയറ്റി കൊടുക്കുക. കണ്ട ഇങ്ങനെ മുടയും തോറും ഇതുപോലെ മൂന്ന് ഓല നമുക്ക് കിട്ടും. ഒന്ന് മീതയിലും രണ്ട് അടിയിലുമായിട്ട്. അപ്പോൾ അടിയിലുള്ള രണ്ട് ഓലയാണ് നമ്മൾ കൈകൊണ്ട് നിവർത്തി പിടിക്കേണ്ടത്. പിന്നെ അടുത്ത ഓല നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ നെടുപ്പൊന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഓല പിടിച്ചിട്ട് മടക്കി ഇതിനകത്തേക്ക് തിരികെ കയറ്റും. കണ്ടില്ലേ. നന്നായിട്ട് ഞെരുക്കി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ചവിട്ടിയും കൂടെ പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇളകി പോകും. അപ്പോൾ ഇത് ആദ്യത്തെ മുടച്ചിലാണ് കേട്ടോ. അങ്ങനെ 3 മുടച്ചിൽ നമ്മൾ മുടഞ്ഞെടുക്കണം. അപ്പോൾ നോക്കിയേ, ആദ്യം ചെയ്തതുപോലെ തന്നെ 3 ഓലയിൽ അടിയിലുള്ള 2 ഓല ഞാൻ കയ്യിലേക്ക് നിവർത്തി പിടിച്ചു. എന്നിട്ട് കണ്ടില്ലേ, നോക്കൂ, അത് വിട്ടു കേട്ടോ. എന്നിട്ട് അടുത്ത ഓലയാണ് പിടിച്ച് ഇതുപോലെ ഒന്ന് ചെരുവി വെച്ച് കൊടുക്കാനുള്ളത്. ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് വരും. ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ മുടഞ്ഞെടുക്കാം. ഇത് ആദ്യത്തെ മുടച്ചിലാണ്. അപ്പോൾ ഇത് തീരാറായി. ആദ്യത്തെ മുടച്ചിൽ തീരാറായി. തുമ്പ് ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി, നല്ല എളുപ്പമാണ്.
നമ്മൾ മുടഞ്ഞെടുക്കുമ്പോൾ 3 ഓലകൾ നമുക്ക് ഉണ്ടാവും കേട്ടോ. അത് 2 അടിയിലും 1 മീതെയും. അപ്പോൾ മീതയിലുള്ളതാണ് നമ്മൾ ചവിട്ടി പിടിച്ചിട്ട് 2 അറ്റത്തും ഉള്ളത് ഇതുപോലെ നിവർത്തി പിടിച്ചിട്ട് അടുത്ത ഓല ഒന്ന് വിട്ടിട്ട് രണ്ടാമത്തെ ഓല പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെരുവി വയ്ക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ. കണ്ടോ, തീരാറായി. തീരുന്നത് വരെ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മുടഞ്ഞെടുക്കുന്നത്. ചവിട്ടി പിടിക്കണം, അല്ലെങ്കിൽ അങ്ങ് വിട്ടുപോകും. ഒരു കാല് ചവിട്ടി പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതാ എത്തി. ഇനി ഞാൻ ഒരു ഓല വിട്ടിട്ടല്ല എടുക്കുന്നത്, ആ 2 ഓലയും ചേർത്താണ് ഇതിനകത്തേക്ക് തിരികെ കയറ്റുന്നത്. അവസാനം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ഓല വിട്ടിട്ടല്ല, വരുന്ന ഓല 2 ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട് അകത്തേക്ക് തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ തീർന്നു. അപ്പോൾ അവസാനത്തത് ഞാൻ നടുക്കത്തെ ഓലയാണ് ഉയർത്തിയിട്ട് ഇതിലേക്ക് മറ്റേ 2 ഓലയും കൂടി ഇതിലേക്ക് മെടഞ്ഞു ചേർത്തതേ. അപ്പോൾ ഇതാ നമ്മുടെ ഒന്നാമത്തെ മുടച്ചിൽ കഴിഞ്ഞു. ഇനി നമുക്കിത് രണ്ടാമത്തെ മുടച്ചിൽ മുഴയാം. അത് അവസാനം വെച്ച ഓല ഇതിൻ്റെ മീതെയല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ അടിയിൽ കിടക്കുന്ന ഓല എടുത്ത് മീതെയാക്കുക. വലത്തോട്ടും ഇടത്തോട്ടും ഓലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ആദ്യം മുടഞ്ഞതുപോലെ വന്നില്ലേ, 3 ഓല, മധ്യത്തൊരു ഓല, 2 അറ്റത്തും 2 ഓല. അപ്പോൾ 2 അറ്റത്തും ഉള്ള ഓല ഇതുപോലെ പിടിച്ചിട്ട് ആ അടിയിൽ കിടക്കുന്ന ഓല എടുത്ത് മീതെ വയ്ക്കുക. ഇതേ രീതി നമ്മൾ തീരുന്നത് വരെ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല എളുപ്പമാണ്. നമ്മൾ മുടയുന്ന ആ അടിയിലുള്ള 2 ഓലയും മീതിയിലുള്ള ഒരു ഓലയായിട്ട് 3 ഓല നമുക്ക് എൻഡിൽ കാണും. അതിൻ്റെ അറ്റത്തുള്ള 2 ഓലയും പിടിച്ച് ഒന്ന് കൈകൊണ്ട് നിവർത്തി വെച്ചിട്ട് അടിയിൽ കിടക്കുന്നതാ ഇതുപോലെ ഒന്ന് അടിയിൽ കിടക്കുന്നത് മീതിയാക്കുക. ഇത് 2ാം മുടച്ചിലാണ്. അങ്ങനെ 3 മുടച്ചിൽ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും മൂട്ടിൽ നിന്ന് തുമ്പിലോട്ട്, തുമ്പിൽ നിന്ന് മൂട്ടിലോട്ട്, പിന്നെ മൂട്ടിൽ നിന്ന് തുമ്പിലോട്ട്, അങ്ങനെ 3 മുടച്ചിലാണ് വരുന്നത്. അപ്പോൾ അവസാനം എത്തി. അപ്പോൾ നമുക്ക് ഞെരുക്കമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓലകൾ നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവസാനത്തെ ഓല എത്തി. കണ്ടില്ലേ, നോക്കിയേ, അത് അവസാനത്തെ ഓലയാണേ. അത് നമുക്ക് അതിൻ്റെ മീതി രണ്ടാമത് കിടക്കുന്ന ഓലയുടെ മീതിയാക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഓല അടിയിൽ കിടക്കുന്ന ഓല മീതിയാക്കുക. അപ്പം ബാക്കി നമ്മൾ നേരത്തെ മുടഞ്ഞതുപോലെ തന്നെ വരും കേട്ടോ. 3 ഓല കിട്ടും നമുക്ക്. നോക്കിയേ, 3 ഓല കിട്ടി. കണ്ടില്ലേ, അടിയിൽ 2 ഓല, മീതെ 1 ഓല. എന്നിട്ട് വീണ്ടും അടിയിൽ കിടക്കുന്ന ഓല എടുത്ത് ഇതുപോലെ മീതിയാക്കി പോകുക. ഇത്രയും വിശദമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഓല, ഇത്തിരി ചള്ളു പിടിച്ച ഓലയാണ് കേട്ടോ. നല്ല ഓലയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുക്കാവേ. മടലിൻ്റെ ഭാഗം നമ്മൾ ചവിട്ടി പിടിക്കണം, അല്ലെങ്കിൽ മുമ്പിലോട്ട് ഒരുമാതിരി കൂഞ്ഞൽ പോലെ ആയിപ്പോവും നമ്മുടെ മടലിൻ്റെ ഭാഗം. അപ്പോൾ ഒരു രസം കാണില്ല, കാണാനൊരു ഭംഗി കാണില്ല. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ബാക്കി അങ്ങേ അറ്റം വരെ നമുക്ക് ചെയ്തെടുക്കാം. അഴുക്ക ഓലയൊക്കെ വരുന്നുണ്ടെങ്കിൽ വേറെ ഓല നമുക്ക് വെട്ടി വെച്ചിട്ട് ഇതിലേക്ക് തിരികെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 ഓലയും തമ്മിൽ 3ാമത്തെ മുടച്ചിലാണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓല ഒന്ന് കെട്ടിവെക്കാം, ഒന്ന് ഇളകി പോകാതിരിക്കാനാണ്. ഇത് 3ാമത്തെ മുടച്ചിലാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ അടിയിൽ കിടക്കുന്ന 2-3 മുടച്ചിലൊക്കെ വരുമ്പോൾ അടിയിൽ കിടക്കുന്ന ഓല മീതെ ആക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, എന്നിട്ട് ആ ഓല പിടിച്ചിട്ട്
ഇതുപോലെ അങ്ങാക്കി വയ്ക്കുക. 3 മുടച്ചിലുമായി. ഇതുപോലെയൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക കേട്ടോ, നല്ല ഞെരുക്കം കിട്ടാനാണേ. എന്നിട്ട് അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓലകൾ ഞാൻ പിടിച്ച് കെട്ടി വെച്ചു. ഇനി നമുക്കിതൊന്ന് വളച്ചെടുക്കണം കേട്ടോ. അതിനുവേണ്ടി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ടു. ഇനി നമ്മൾ മൂട് ഭാഗം നല്ല ഇത്തിരി കട്ടി കാണുമല്ലോ, ഇതുപോലെ കാലുകൊണ്ട് ചവിട്ടി അകത്തോട്ടൊന്ന് ആക്കി കൊടുക്കുക. അകത്തോട്ട് ഞെരുക്കി അകത്തോട്ട് ചവിട്ടി ഇതൊന്ന് മയപ്പെടുത്തുക കേട്ടോ. ഇതുപോലെ ഒന്ന് മയപ്പെടുത്തുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഓലത്തണ്ട് ചവിട്ടി മയപ്പെടുത്തുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഓലയൊന്ന് വളച്ചെടുക്കത്തുള്ളേ. ഇതത്ര നല്ല ഓലയല്ല. നല്ല ഓലയാണെങ്കിൽ നല്ല ചെപ്പ് പോലെ വരും കേട്ടോ. ഇനി പതുക്കെ ഞാൻ വളച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, വളച്ചു. രണ്ടറ്റവും തമ്മിൽ ഏതെങ്കിലും ഒരു കയറോ അല്ലെങ്കിൽ പൊച്ചനോ പ്ലാസ്റ്റിക് വയറോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് 2 ഓല വിട്ടിട്ട് കെട്ടി വയ്ക്കുക. 2 ഓലയും കൂടി 2 എൻഡും കൂടി ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇളകി പോകാത്ത വിധത്തിൽ ഒരു 2 ഓല വിട്ടിട്ട് നമുക്ക് കെട്ടി വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. 2 ഓല വിട്ട് രണ്ട് എൻഡും 2 ഓല വെച്ച് വിട്ടിട്ട് അതിൻ്റെ ഹോളിൽ കൂടി ഇറക്കി ഇതുപോലെ കെട്ടി നന്നായിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് ബാക്കിയുള്ള നൂല് നമുക്ക് അറുത്ത് കളയാം. ഇനി ഇതുപോലെ ഒന്ന് വെക്കാവേ. ഇത് ആദ്യം ഇങ്ങനെ ഇരിക്കും, പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഷേപ്പായിരിക്കുമേ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഞാൻ മുടഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്തിരി കൂടിയൊക്കെ അങ്ങ് ചവിട്ടി ഒന്ന് മയപ്പെടുത്തുകയാണ് കേട്ടോ അതിൻ്റെ തണ്ട്. ഇനി നമുക്കിതൊന്ന് നേരെ വയ്ക്കാം. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ കെട്ടിയില്ലേ, ആ ഭാഗത്ത് കുറച്ച് ഓല അടിയിലും മീതിയായിട്ടൊക്കെ കിടക്കും കേട്ടോ. അത് ഒന്നും കൂടി ഒന്ന് അവസാനത്തെ ഇല 3 ഓലയുടെ ഇതിൽ 2 ഓല പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിയിൽ കിടക്കുന്ന ഓല മീതിയാക്കിയിട്ട് ഇതുപോലെ മിടഞ്ഞെടുക്കുക. കണ്ടില്ലേ, മീതയിലുള്ളത് അടിയിൽ വരണം, അടിയിലുള്ളത് മീതെ വരണം. ഇത് കുറച്ച് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അതങ്ങ് തീരും കേട്ടോ. അത് തീരുന്നത് വരെ ഇതുപോലെ നമ്മൾ മുടഞ്ഞെടുക്കുക. ഒരു തട്ടായിട്ട് ഓരോ ഓലയും കുറഞ്ഞ് വരും കേട്ടോ. നമ്മൾ ഇതുപോലെ ഒന്ന് മെനഞ്ഞെടുക്കുമ്പോൾ കണ്ടില്ലേ, താഴെയായിട്ട് വരും. അപ്പോൾ അതാ തീരാറായി. ഇനി നമുക്ക് നേരത്തെ കെട്ടി വെച്ചില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിക്കിടന്ന ഓല തമ്മിൽ കെട്ടി വെച്ച് നമ്മൾ അത് അഴിഞ്ഞു പോകാതിരിക്കാൻ അതങ്ങ് അഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയും കൂടി അടിയിൽ കിടക്കുന്ന ഓല മീതെയാക്കി മെടഞ്ഞെടുക്കുക. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, മെടഞ്ഞ് തീർന്നു കേട്ടോ. എല്ലാ ഓലയും അടിയിൽ കിടക്കുന്ന ഓലയൊക്കെ മീതെ വന്നു. നോക്കിയേ, കണ്ടില്ലേ, ഇനിയില്ല, തീർന്നു. ഇനി നമുക്കിതൊക്കെ ഇത് ഒന്ന് അടുപ്പിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കി നല്ല ഞെരുക്കിയൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഓല, വലത്തോട്ടും ഇടത്തോട്ടും പോകുന്ന ഓരോ ഓല പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയെ. ഇത് ചേർത്ത് ഇതുപോലെ കെട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഓല ഇതുപോലെ പിടിക്കുക, അത് ഇതുപോലെ കെട്ടി വെച്ച് കൊടുക്കുക. ചള്ളോലയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അമ്പോല കയറ്റി വയ്ക്കാം കേട്ടോ. വേറെ ഓല വെട്ടിയിട്ട് നമുക്ക് തിരികെ കയറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും ഒരു ഓലയും വിട്ടുപോകാതെ ഞാൻ എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ മൊത്തം കെട്ടി ഫിനിഷാക്കി. ആദ്യത്തെ കെട്ടി കൊടുത്തു. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കെട്ടിയ ഓലയില്ലേ, കെട്ടിക്കൊടുത്ത ഓല നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടും കൂടി ഒന്ന് ചേർത്ത് ആ കെട്ടിയ ഓല തന്നെ പിടിച്ചിട്ട് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മുറുക്കിയതിന് ശേഷം അവിടെയും ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതും ഇതുപോലെ തന്നെ തീരുന്നത് വരെ ചെയ്യുക. അപ്പോൾ എല്ലാം കെട്ടി തീർന്നു കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് ചരടോ അല്ലെങ്കിൽ ഇതുപോലെ നാര് കിട്ടുമല്ലോ പ്ലാസ്റ്റിക്കിൽ, അതോ അല്ലെങ്കിൽ കയറോ എന്തെങ്കിലും എടുത്തിട്ട് ആ നമ്മൾ രണ്ടറ്റവും കെട്ടി കൊടുത്തില്ലേ, ആദ്യം ഒരു കെട്ട് കെട്ടി രണ്ടാമതൊരു കെട്ട് കെട്ടി, അതിൻ്റെ ഇടയിലുള്ള സ്പേസിൽ കൂടി ഇതുപോലെ ഒന്നും വിടാതെ ചേർത്ത് അകത്തേക്ക് കയറ്റി എടുക്കുക ഈ കയറ്. അപ്പോൾ മൊത്തത്തിൽ കയറ്റിയെടുത്തു. ഇനി നമ്മൾ പതുക്കെ ഇത് ഒന്ന് വലിച്ചു കൊടുക്കുക. പതുക്കെ വലിച്ച് തീരുന്നത് വരെ, ഇത് നന്നായിട്ട് ഇറുകി വരുന്നത് വരെ ആ ഉയർ മൊത്തത്തിൽ നമുക്ക് വലിച്ചെടുക്കണം കേട്ടോ. അതിനിടയിൽ നമുക്ക് ആ മധ്യത്തുള്ള ഓലയുണ്ടല്ലോ അത് അകത്തേക്ക് ആക്കി കൊടുക്കണം. കണ്ടില്ലേ, നോക്കി ഞാൻ 2 അറ്റവും വലിച്ച് കെട്ടുകയാണേ. വലിച്ചെടുത്തു. കുറച്ചും കൂടി വലിക്കാം നമുക്ക്. ഇതുപോലെ കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് വലിച്ചെടുത്തു, നന്നായിട്ട് ഇറുവിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ വെച്ച് അങ്ങ് കെട്ടിക്കൊടുക്കാം. നന്നായിട്ട് 2 കെട്ടിയിട്ട് ബാക്കിയുള്ള ഉയർ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വല്ലത്തിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം. ഇനി നമുക്കിതാ ഇതിൻ്റെ അകത്തുള്ള നമ്മൾ അകത്തേക്ക് ആക്കിയ തുമ്പില്ലേ, അത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം കത്തി വെച്ച് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക. അത് നമുക്ക് കളയാം. എന്നിട്ട് ബാക്കിയൊക്കെ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് വല്ലം ഫിനിഷാക്കാം. കണ്ടില്ലേ കൂട്ടുകാരെ, വല്ലം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇത് ഒട്ടും തന്നെ കട്ട് ചെയ്യാതെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. 3 മെടച്ചിലും മെടഞ്ഞിട്ട് അത് ഇതുപോലെ ഒന്ന് കെട്ടി പിന്നെ കയറുണ്ട് കെട്ടി ഇതെല്ലാം ഞാൻ ഒന്നും വിടാതെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു വീട്ടിൽ അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് ധാന്യങ്ങളൊക്കെ നടുന്നുണ്ടെങ്കിൽ കുഴിയെടുത്തിട്ട് ഇതിൽ വല്ലത്തിൽ നമുക്ക് കരിയിലേക്ക് നിറച്ചിട്ട് കുഴികളിൽ കൊണ്ടിടാം. പിന്നെ അല്ലെങ്കിൽ പശു ഉണ്ടെങ്കിൽ പശുവിന് പോച്ച പറിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കരിയില ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് മിറ്റമൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് വാരിയിട്ട് അതിൻ്റെ ചപ്പും ചവറും ഒക്കെ വാരി ഇതിലേക്ക് സൂക്ഷിക്കാം. അങ്ങനെ വളരെയധികം ഉപയോഗങ്ങളുള്ള ഒരു ഐറ്റമാണ് ഈ വല്ലം എന്ന് പറയുന്നത് കേട്ടോ. പശുക്കളൊക്കെ ഉള്ള മിക്ക വീടുകളിലും കാണുമായിരിക്കും. അപ്പോൾ ഒരു 2-3 ചാക്ക്, ഞാൻ 2 ചാക്ക് ഇട്ടിട്ട് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഒരു 3-4 ചാക്കൊക്കെ നമുക്ക് കുത്തി നിറച്ച് ഇതിലേക്ക് ഇടാം കേട്ടോ. അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. നല്ല ഇത് ഉള്ളും ഉള്ളതാണ്. നന്നായിട്ട് കരിയിലയായിരുന്നാലും പോച്ചയായിരുന്നാലും ഇഷ്ടം പോലെ കൊള്ളും കേട്ടോ. അപ്പോൾ കരിയിലേക്ക് നിറച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.